ഹലോ, ഇന്ന് ഞങ്ങളെ കുട്ടീൻ്റെ പിറന്നാളാട്ടോ. അവന് ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് 1 വർഷം ഇല്ല, അവൻ ജനിച്ച് 3 മാസം കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങളെ കയ്യിൽ കിട്ടിയത് അവനെ. ഇന്ന് എൻ്റെ കുട്ടീൻ്റെ പിറന്നാളായി അങ്ങനെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ചെറുതായിട്ട് ഒരു കേക്കൊക്കെ മുറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്ന് പിറന്നാളായതുകൊണ്ട് അവനെ 2 ദിവസമല്ല, ആഴ്ചയിലാട്ടോ കുളിപ്പിക്കുക. എപ്പോഴൊന്നും കുളിപ്പിക്കലില്ല. അപ്പം ഇന്ന് പിറന്നാളായപ്പോൾ ഒന്ന് എണ്ണയൊക്കെ തേച്ച് നല്ല സുന്ദര കുട്ടപ്പനായി കുളിപ്പിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇവനെ കൊടുന്നന്ന് മുതൽ എല്ലാവരും ഞങ്ങളെ അവരെ വീട്ടിൽ സ്മെല്ലാണ്, അവരെ വീട്ടിലെ പട്ടിയാണ്, അവരെ വീട്ടിലെ നായേനെ. ഈ പറയുന്ന പട്ടിയാളി നായ്ക്കളെയും കാട്ടി എത്രയോ നല്ലതാണ് എൻ്റെ ഈ കുട്ടി. ഞങ്ങൾക്ക് യാതൊരു വിഷയവുമില്ല, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങളെ വീട്ടിലേക്ക് കല്യാണമായ ആൾക്കാർ വരുമോ, നിങ്ങളെ വീട്ടിലേക്ക് ആൾക്കാർ വരുമോ, അങ്ങനെ 100 സംശയമാണ് കേട്ടോ. നമുക്കില്ലാത്ത 100 സംശയമാണ് വേറെ ഉള്ളവർക്ക്. ഇതൊക്കെ ഞങ്ങൾ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവനെ വാങ്ങുന്നതും നോക്കുന്നതും. എനിക്കാദ്യം പേടിയായിരുന്നു, പിന്നെ നായ്ക്കളെയും പട്ടിയാളെയും പൂച്ചകളൊക്കെ. പക്ഷേ ഇവൻ വന്നതിന് ശേഷം ഇവനെ മാത്രമേ ഉള്ളൂ പറ്റിയ. വേറെ പുറത്തുള്ള ഒരു നായനോ പൂച്ചേനോ പട്ടീനോ എനിക്കിഷ്ടമല്ല. അത് വേറെ കാര്യം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് വിചാരിച്ചിട്ട് അയ്യോ ഒരു വീട്ടിൽ നായ, അയ്യോ ഒരു നായനെ പിടിച്ചു, അയ്യോ അവൻ്റെ രോമം കൊഴും, ഇതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെയല്ലേ നായക്കൾ ഇഷ്ടമുള്ളവർ ചെയ്യുക. എന്നിട്ട് ഇവനെ വാങ്ങിയപ്പോൾ ഇവൻ എന്താ വില അറിയാത്തതുകൊണ്ട്, ഇവനെൻ്റെ കൂട് വാങ്ങിയപ്പോൾ ഇവൻ്റെ കൂടിൻ്റെ വില അറിയാത്തതുകൊണ്ട്, അങ്ങനെ 100 സംശയം കേട്ടോ എല്ലാവർക്കും. എല്ലാവരും സംശയമൊക്കെ തീർത്തിട്ട് നമുക്കൊന്നും നടക്കൂല. ഇത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങൾ വാങ്ങി അങ്ങനെയൊക്കെ കേട്ടോ. ഞാനിൻ്റെ ഇത് പറഞ്ഞു എന്നുള്ളൂ. ഇവൻ്റെ ബർത്ത്ഡേ ആയപ്പോൾ ഇവനിങ്ങനെ കാണിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇവനെ വാങ്ങിയത് മുതലൊക്കെ ഓരോരോ ഇത് പറയാൻ വെച്ചാൽ കുറേ പറയാനുണ്ട്. അതിപ്പോൾ പറയുന്നില്ല. ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് മൂക്ക് പൊത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൂക്ക് പൊത്തേണ്ട ഗതികേടൊന്നും ഇല്ലാന്ന് അന്ന് അവൻ അകത്തിട്ടോണ്ടതായിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, ഞങ്ങൾ ഇഷ്ടമല്ലേ. പറഞ്ഞ് പഠിപ്പിക്കുക എത്തിയിട്ട്. അതിന് കുമ്പളങ്ങക്കറി കേട്ടോ, കുമ്പളങ്ങക്കറി ഉണ്ട്, പച്ചക്കായ ഉപ്പേരി ഉണ്ട്, ചിക്കനും ഉണ്ട് കേട്ടോ. ഇനി രാത്രി പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങനെയൊക്കെയാണ്. അവൻ്റെ പിറന്നാൾ അവനിതൊന്നും കൊടുക്കൂല കേട്ടോ. അവന് വെറും മഞ്ഞപ്പൊടിയിട്ട് ചിക്കൻ അങ്ങനെ വേവിച്ചാൽ കൊടുക്കുള്ളൂ, ഇതൊന്നും കഴിക്കാൻ കൊടുക്കില്ല. പിന്നെ ഉച്ചയ്ക്ക് ഒരു നേരെ ഭക്ഷണം കൊടുക്കാറുള്ളൂ, അല്ല രാവിലെ പിന്നെ രാത്രി ചോറേ കൊടുക്കാം. ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കിപ്പോൾ കുമ്പളങ്ങക്കറി ഉണ്ട്, പച്ചക്കായ ഉപ്പേരി ഉണ്ട്, ചിക്കനും ഉണ്ട് കേട്ടോ. നല്ല ചൂട് ചോറും അതിലേക്ക് പച്ചക്കായൻ്റെ ഉപ്പേരിയും പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. കായപ്പേരിക്ക് പിന്നെ മമ്പയർ ഇടണ്ടായിരുന്നു, പക്ഷെ മമ്പയർ ഇല്ലാത്തതുകൊണ്ട് മമ്പയർ ഇട്ടില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ. പിന്നെ നമ്മളെ കുമ്പളങ്ങക്കറി മോര് ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു, പക്ഷെ മോരുണ്ടായില്ല. അപ്പോഴേക്കും കടയടച്ചു. അങ്ങനെ പുളിയിട്ട് വയ്ക്കാതെ അടച്ചു. പുളിയിട്ട് വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റില്ല. മോരൊഴിച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ മോര് കിട്ടിയില്ല, അത് ഇങ്ങനെ ഉണ്ടാക്കി. പിന്നെ അച്ചാറുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിക്കനിൽ എനിക്ക് എന്താ പറയുക, നാരങ്ങ ഒഴിക്കണം കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ പിന്നെ ഒരു പുളി ഉണ്ടാവുമല്ലോ ചിക്കൻ കഴിക്കുമ്പോൾ, അതാണ് ഇപ്പോൾ ഇങ്ങനെ നാരങ്ങ ഒഴിച്ചത്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഇതാട്ടോ ഇതൊക്കെ. ഞാൻ കഴിക്കട്ടെ, എത്ര ഉള്ളൂ കേട്ടോ. എനിക്ക് വോയിസ് കൊടുക്കാനും അറിയില്ല, പറയാനും അറിയില്ല, പക്ഷെ ഞാൻ പറയൂ കേട്ടോ. നിങ്ങൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കും, മറ്റുള്ളവർ കണ്ടോട്ടെ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഇതൊന്നല്ല കേട്ടോ എൻ്റെ കഴിപ്പ്. ഇനിയുണ്ട് ഇതാണ് ക്യാമറ ഓഫാക്കിയുണ്ടാവും. ഞാനും ചോറും ഒരടിപിടിയാണ്, പക്ഷെ ജയിക്കാൻ ഞാനാട്ടോ, എനിക്കൊരു വാഴയ്ക്കുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.